ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ എന്താ പറയുക, ദിയ ഫാത്തിമ എന്താണ് ദിയ ഫാത്തിമ 1.5 വയസ്സിൽ മാതാപിതാക്കളെ വിട്ട് പോയതാണ് അല്ലേ. 8.5 വർഷമായി ഇപ്പോൾ പോയിട്ട്. അപ്പോൾ ശരിയാണ്, എന്താ നമുക്ക് ഇയാൾ പറയുന്നത് ആ പോയ ഉള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. മരിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ അപ്പോൾ ഒരു കുഞ്ഞ് പോയി കഴിഞ്ഞാലും അപ്പുള്ള ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് മറക്കും. പിന്നെ അതിനെ കുത്തിപ്പോക്കിയിട്ട് വിളിച്ച് പറയണ്ട എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ജുനൈദ് എന്നൊരു പറയുന്ന ഒരാളാണ്. ഒരു ദിവസം ഇയാൾക്ക് സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടിട്ട് എന്താ പറയുക, സ്വപ്നത്തിൽ ഈ ദിയ ഫാത്തിമ വന്നിട്ട് എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ദിയ ഫാത്തിമ വന്നിട്ട് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്വപ്നം കാണുന്നത് സത്യമല്ല, ഫലിക്കില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പകൽ മുഴുവൻ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മൾ ആ ഗാഠമായി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ചിന്തകൾ സ്വപ്നമായിട്ട് വരാറുണ്ട്. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോൾ എക്സാം ആണെങ്കിലും നമ്മൾ ആ എക്സാമിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരും. ഇപ്പോൾ എക്സാം എന്നല്ല, എന്തൊരു കാര്യമാണെങ്കിലും എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ഭയങ്കര ടെൻഷനിലും ഇതിലൊക്കെ നമ്മൾ ഇരിക്കുമായിരിക്കും പകല് മൊത്തം. അപ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി നമുക്ക് ആ ഒരു ഇതായിരിക്കും പെട്ടെന്ന് വരുന്നത്. അങ്ങനെ ഞാൻ എണീച്ചിട്ടുണ്ട് പല പ്രാവശ്യം. ഞാൻ അങ്ങനെ എണീച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, അത് യഥാർത്ഥമായി നടക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഈ ജുനൈദ് എന്ന് പറയുന്ന ആൾക്കും എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം. ഇയാൾ ദിയ ഫാത്തിമയെ കുറിച്ച് അന്നത്തെ ദിവസം മുഴുവൻ ചിന്തിച്ച് ഇരുന്നിട്ടുണ്ടാവും ആ പകല് മുഴുവൻ. പിന്നെ അയാൾ ഉറങ്ങിയ സമയത്ത് അയാളുടെ സ്വപ്നത്തിൽ ആ മോള് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഇതിന്റെ പേരിൽ ഇയാൾ എന്താണ് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കളെ സമീപിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും എന്താണ് ഈ മോളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിൽ കഴിയുന്ന എല്ലാ ഇതും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇയാൾ രംഗത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഇറങ്ങിയ അതിനെ ഇയാൾ കുറ്റം പറയണം. ഇപ്പം നമുക്കൊരു ഇത് സംഭവിച്ചു, അത് നമുക്കൊരു ആള് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹായിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് തട്ടിക്കളയില്ല. ഇപ്പം ഇയാൾ ഈ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇയാളിങ്ങനെ വന്നപ്പോൾ നമ്മൾക്കത് പറ്റില്ല, അവർ തട്ടിക്കളയണം എന്നാണോ ഇയാൾ പറയുന്നത്? ഇയാൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മരിച്ചാലും ശരി, നമ്മുടെ അടുത്തുനിന്ന് പോയാലും ശരി, നമ്മുടെ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ്, ആ കുഞ്ഞിനെ നമുക്കത് മറക്കാൻ പറ്റും. ശരിയാണ്, അങ്ങനെ ഉപേക്ഷിക്കുന്നവരും കൊല്ലുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെയൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ ഒരു പിഞ്ചോമ്പനെ നമുക്ക് നഷ്ടപ്പെടുക എന്നോട് പറയുമ്പോൾ ആ ഒരു ഇതിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. അപ്പൊ അത് എത്രമാത്രം ഇതായിരിക്കും. അപ്പൊ ഇയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കത് കേട്ടിട്ട് വരാം കേട്ടോ. അപ്പൊ ഇയാള് എന്താ പറയാ, യൂട്യൂബേഴ്സും കുറെ പേര് ഇതിന് കുത്തിപ്പൊക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വേറൊരു യൂട്യൂബർ എന്താണ് ഈ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ യൂട്യൂബറിനൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദിയ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ യൂട്യൂബേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എന്താ ചോദിച്ചാൽ, ഇത് എന്താണ് സോഷ്യൽ മീഡിയ ആണ്, ഇത് സ്പ്രെഡായി പോയി ആരെങ്കിലും അടുത്തും ആ മോഡുണ്ടെങ്കിൽ നമുക്ക് തരാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ പറയുന്നത് ശരിയാണ്, ആ കുഞ്ഞ് മരിച്ചു പോയെങ്കിൽ നമുക്ക് ആ
ആ ഒരു ഇത് കിട്ടിയെങ്കിൽ നമുക്ക് മരിച്ചുപോയെന്ന് ചിന്തിക്കാം. ഇതിപ്പോ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുമ്പോ എത്രയാണെങ്കിലും നമുക്കത് മറക്കാൻ പറ്റില്ല. ഇയാൾ പറയുന്നത് മറക്കും. എങ്ങനെ മറക്കാൻ പറ്റും? നമ്മൾക്ക് നൊന്ത് പ്രസവിച്ച നമ്മുടെ പിഞ്ചോമിനെ നമുക്ക് മറക്കാൻ പറ്റും. ആ ഉമ്മാക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾ പറയുന്നുണ്ട്, ഇവരുടെ നാട്ടുകാരനെ പറയുന്നുണ്ട്, എന്താണ് ഇവരാണ് നാട്ടുകാർ പറയുന്നത് മാതാപിതാക്കള് ഇതായിട്ടുണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. മാതാപിതാക്കൾ കൊന്നിട്ട് അവർ ഇത് മറയ്ക്കാൻ വേണ്ടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെ കുറിച്ച് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമന്റ്സ് പറയണ്ട, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയണ്ട. അപ്പൊ ആ ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഇതാണ് നഷ്ടപ്പെട്ടത്, അപ്പൊ നമുക്കത് തിരിച്ചു കിട്ടണമെന്ന് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എവിടെയാണോ ഒരു ചാൻസ് കിട്ടുന്നത് അവിടെ നമ്മൾ എന്തായാലും ആ കുഞ്ഞിന് വേണ്ടി ഇതാകും. 1 കൊല്ലം 2 കൊല്ലം 8 കൊല്ലം 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് നമ്മുടെ തന്നെയാണ്. നമുക്കത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ഇയാള് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്തെന്ന് അറിയില്ല. സ്വപ്നത്തിന്റെ പേരിൽ അതിന്റെ പുറകിൽ പോയിട്ട് യാതൊരു കാര്യമില്ല, അവരെ വീണ്ടും ഇതാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇയാൾ പറയുന്നത് യാതൊരു പ്രസക്തിയില്ല, എന്ത് തന്നെയാണെങ്കിലും ആ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടുന്നത് തന്നെയാണ് അവര് ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ജുനൈദ് പറഞ്ഞ ആളും നല്ലപോലെ പ്രയത്നിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സും ഈ മോളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്ക് ആ കുഞ്ഞിനെ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളത് ഇടുന്നത്. എവിടെയാണെങ്കിലും ആ പൊന്നുമോള് ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ആ രൂപസാദൃശ്യമുള്ളവർ കാണുമ്പോൾ ആ ഒരു ഇത് പറയുമല്ലോ. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. സോഷ്യൽ മീഡിയ പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമുക്കത് എന്തായാലും ഒരുപാട് പേരിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമുക്ക് ആരെങ്കിലും അടുത്തും ആ ഒരു രൂപസാദൃശ്യം കാണുമ്പോൾ എന്താണെങ്കിലും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയല്ലേ. എന്തായാലും ആ മാതാപിതാക്കളുടെ വേദന അവർക്കേ അറിയുള്ളൂ. അവര് ആരിന്റെയൊക്കെ മുന്നിലാണ് അവര് ഇതായത്. അവരുടെ നാട്ടുകാര് അവരെയാണ് ഇത് പറയുന്നത്. അവര് ഇതാണ് കൊന്നിട്ട് അവര് കുറ്റം ഇതാക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുന്ന മാതാപിതാക്കളുടെ ഒരു നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരിക്കലും അവർക്ക് അവരുടെ പൊന്നുമോൾ ഒരിക്കലും ഭാരമായിരുന്നില്ല. ആ പൊന്നുമോൾ അവരുടെ തന്നെയാണ്. അപ്പൊ എന്തായാലും ആ പൊന്നുമോളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലൂടെ ആണെങ്കിലും നമ്മളിൽ നേരിട്ട് പോയി പ്രവർത്തിച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പൊ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സ്വപ്നത്തിന്റെ പുറകെ പോകണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിലോ അതിൽ തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ ആ കുഞ്ഞിനെ കിട്ടുമെങ്കിലോ അപ്പൊ അതൊക്കെ ഒരു ഇതല്ലേ, പോസിബിലിറ്റി അല്ലേ. അപ്പൊ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ അത് ചിലപ്പോൾ അള്ളാഹു കൊടുത്ത ഒരു ഇതായിരിക്കും. അയാളുടെ അതില് ഒരു നിയോഗം എന്ന് പറയില്ല, അയാളെ ഏൽപ്പിച്ചതായിരിക്കും. അപ്പൊ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ എന്ത് പറയും? ഇയാൾ ഏതൊരു പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് തന്നെയാണ് ഇയാളുടെ മക്കൾക്കാണ് അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കാണ് സംഭവിച്ചതെങ്കിൽ ഇയാൾ മിണ്ടാതിരിക്കോ? ഇയാൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ? അപ്പൊ എന്തായാലും നമുക്കിത് കിട്ടുമെങ്കിൽ, ആ കുഞ്ഞിനെ കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദുആ ചെയ്യും, ആ പൊന്നുമോളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യും. അല്ലാതെ നമുക്ക് യാതൊരു ഇതുമില്ല. നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഭാഗം കൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത് കേട്ട് നോക്കാം.
പറയണത് എന്താ പറയാ, നമുക്ക് ദുആ ചെയ്യാ, പ്രാർത്ഥിക്കാം പൊന്നുമോൾ എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ തന്നെ. അപ്പൊ ഇയാളുടെ ഈ ഒരു ഇതും കൂടെ കേട്ടപ്പോൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് മാത്രം വന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പൊന്നുമോളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാം. ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.